ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ യൂസ് ഓഫ് ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ്. ദ യൂസ് ഓഫ് ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ്. രണ്ട് വേർഡിൻ്റെയും പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. പ്രൊനൗൺസിയേഷൻസ് ആർ സെയിം ബട്ട് മീനിങ്സ് ആർ ഡിഫറെൻറ്റ്. എന്താണ്? പ്രൊനൗൺസിയേഷൻ സെയിം ആണെങ്കിലും അതിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ ഉപയോഗം രണ്ടും വേറെ വേറെയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ്സ്. ഫസ്റ്റ് ഇറ്റ്സിലെ മീനിങ് എന്താണ്? ഇതിൻ്റെ എന്നർത്ഥം. ഇതിൻ്റെ എപ്പോസ്ട്രോഫി ഇല്ലാത്ത ഇറ്റ്സിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ എന്നാണ്. പിന്നെ എപ്പോസ്ട്രോഫി ഉള്ള ഇറ്റ്സിൻ്റെ അർത്ഥം ഇതാകുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഇറ്റ് വാസ്, അല്ലെങ്കിൽ ഇറ്റ് ഹാസിൻ്റെ കോൺട്രാസ്റ്റ് ഫോമാണ്. എന്ന് വെച്ചാൽ ഷോർട്ട്. ഓക്കെ, ദ ഷോർട്ട് ഓഫ് ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഇറ്റ് വാസ്, അല്ലെങ്കിൽ ഇറ്റ് ഹാസ്. എക്സാമ്പിൾ ഇറ്റ്സ് കളർ ഈസ് ബ്ലൂ. ഇറ്റ്സ് കളർ ഈസ് ബ്ലൂ. ഇതിൻ്റെ കളർ എന്താണ്? ബ്ലൂ ആണ്. അപ്പോൾ ഇറ്റ്സ് എപ്പോസ്ട്രോഫി ഇല്ലാത്ത ഇറ്റ്സിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ എന്നാണ്. ഇതിൻ്റെ കളർ എന്താണ്? ബ്ലൂ ആണ്. ഇനി എപ്പോസ്ട്രോഫി ഉള്ള ഇറ്റ്സ് നോക്കാം. ഇറ്റ്സ് റൈറ്റ്. ഇവിടെ ഇറ്റ്സ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റൈറ്റ് എന്നാണ്. ഇറ്റ് ഈസ്. ഇവിടെ ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്. ഓക്കെ, ഇറ്റ്സും അതുപോലെ തന്നെ എപ്പോസ്ട്രോഫി ഉള്ള ഇറ്റ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഇനിയുള്ള പ്രശ്നം എന്താണ്? ഇനിയുള്ള പ്രശ്നം നമുക്കറിയാം, എപ്പോസ്ട്രോഫി ഉള്ള ഇറ്റ്സ് അത് ഇറ്റ് ഈസും ആവാം, ഇറ്റ് വാസും ആവാം, അതുപോലെ തന്നെ ഇറ്റ് ഹാസും ആവാം. ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ? നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇത് ഇറ്റ് ഈസ് ആണോ, അതോ ഇറ്റ് വാസ് ആണോ, അതോ ഇറ്റ് ഹാസ് ആണോ? വെരി സിമ്പിൾ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ്. ഈസിൻ്റെ കൂടെ ഏത് വെർബ് ഉപയോഗിക്കുന്നത്? വെർബ് ing ഫോം. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഈസ്, ആം, ആറിൻ്റെ കൂടെ വെർബ് ing ഫോം. ഇറ്റ് വാസിൻ്റെ കൂടെയും വെർബ് ing ഫോമാണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസിൽ വെർബ് ing ഫോം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹാസിൻ്റെ കൂടെ എപ്പോഴും എന്താ വരിക? വെർബ് തേർഡ് ഫോം. എന്ന് വെച്ചാൽ ഹാവ്, അപ്പോൾ തന്നെ ഹാസ്. ഓക്കെ, ഹാവ് ഓർ ഹാസിൻ്റെ കൂടെ എന്താ വരിക? എപ്പോഴും വെർബ് തേർഡ് ഫോം ആണ് വരിക. വെർബ് തേർഡ് ഫോം. ഓക്കെ, ഫസ്റ്റ് വൺ ഇറ്റ്സ് റെയിനിങ്. ഇവിടെ ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എന്താണ്? ഇറ്റ് ഈസ് ആണ്. ഇറ്റ് ഈസ്. ഓക്കെ, ഇറ്റ് ഹാസ് അല്ല. എന്താ കാരണം? ഇതിന് കാരണം ഇവിടെ വെർബ് തേർഡ് ഫോം ഇല്ല. ഇറ്റ്സ് നോട്ട് വെർബ് തേർഡ് ഫോം. ഇറ്റ് ഈസ് വെർബ് ing ഫോം. റെയിൻ എന്ന് പറയുന്നത്, ഇവിടെ റെയിൻ എന്ന് പറയുന്നത് വെർബാണ്. റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക എന്നാണ്. സെക്കൻഡ് ഫോം എന്താണ്? റെയിൻഡ്. സെക്കൻഡ് ഫോമും തേർഡ് ഫോമും എന്താണ്? സെയിം ആണ്. റെയിൻഡ്. ഓക്കെ, സോ ഹിയർ ഈസ് നോ വെർബ് തേർഡ് ഫോം. വെർബ് തേർഡ് ഫോം ഇല്ലാത്ത കാരണം ഇറ്റ് ഹാസ് ഈസ് ഇമ്പോസിബിൾ. പിന്നെ വരാൻ സാധ്യതയുള്ളത് ഇറ്റ് ഈസും ഇറ്റ് വാസുമാണ്. ഇവിടെ ഇറ്റ് വാസ് അല്ല. അതിൻ്റെ കാരണം പാസ്റ്റിനെ കാണിക്കുന്ന പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്ന ഒരു വേർഡും ഇവിടെ ഉപയോഗിക്കാത്ത കാരണം ഇറ്റ് വാസ് ഈസ് ഇമ്പോസിബിൾ. ഇറ്റ് വാസും എന്താണ്? പോസിബിൾ അല്ല. ഓക്കെ, so only one answer is here. It is. What? It is. And the second one, it's raining this time yesterday. നമുക്കറിയാം, ഇവിടെ ഇറ്റ് വാസ് ആണ്. എന്താ കാരണം? ഇറ്റ് വാസ്. ഇറ്റ് ഹാസ് ഈസ് ഇമ്പോസിബിൾ ബിക്കോസ് ഹിയർ ഈസ് നോ വെർബ് തേർഡ് ഫോം. ഇവിടെയും വെർബ് ing ഫോമാണ്. ഇവിടെ എന്താണ്? വെർബ് ing ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ഈസ് ഇമ്പോസിബിൾ. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോസിബിൾ ബിക്കോസ് നമുക്കറിയാം, യെസ്റ്റർഡേ എന്ന് പറയുന്നത് പാസ്റ്റ് ടൈമാണ്. എന്താണ്? പാസ്റ്റ് ടൈം. ഓക്കെ, പാസ്റ്റ് ടൈമിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യെസ്റ്റർഡേ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറ്റ് വാസ് ആണ് ആൻസർ. ഇറ്റ് വാസ്. നെക്സ്റ്റ് തേർഡ് വൺ, ഇറ്റ്സ് സം ടെക്നിക്കൽ ഇഷ്യൂ. ഇറ്റ് ഹാസ് എന്താണ്? ഇറ്റ് ഹാസ് സം ടെക്നിക്കൽ ഇഷ്യൂ. ഫോർത്ത് വൺ ഇറ്റ്സ് റെയിൻഡ് ടുഡേ. നമുക്കറിയാം, ഇവിടെ റെയിൻഡ് എന്ന് പറയുന്നതാണ് വെർബ് തേർഡ് ഫോം ആണ് അല്ലേ? വെർബ് തേർഡ് ഫോം ഏത് ഹെൽപ്പിംഗ് വെർബിൻ്റെ കൂടെ വരുന്നത്? ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഹാവ് അല്ലെങ്കിൽ ഹാസിൻ്റെ കൂടെയാണ് വെർബ് തേർഡ് ഫോം വരുന്നത്. ഓക്കെ, ഇവിടെ ing ആയിരുന്നെങ്കിൽ, ing ഫോം ആയിരുന്നെങ്കിൽ ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് വാസ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്? വെർബ് തേർഡ് ഫോം ആണ്. വെർബ് തേർഡ് ഫോം ഈസ് ഓൾവേസ് കം വിത്ത് ഹാവ് ഓർ ഹാസ്. ഓക്കെ, നോർമൽ സെൻറ്റൻസിൽ ഹാവ് ഓർ ഹാസിൻ്റെ കൂടെയാണ് വെർബ് തേർഡ് ഫോം വരുന്നത്. So my dear friends, I hope everybody has understood
how to use its and its. For watching more videos, please subscribe to my channel. Thank you.